ക്രേസി ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിമായിട്ടാണ് ഗൈസ്. രാജപ്പൻ ചേട്ടൻ പുതിയ വണ്ടി വാങ്ങാൻ പോകും ഗൈസ്. രാജപ്പൻ ചേട്ടൻ ഏത് വണ്ടി വാങ്ങണമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ആദ്യം തന്നെ നമുക്ക് ഡ്രസ്സ് വേണ്ട രാജപ്പൻ ചേട്ടൻ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്, വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഗൈസ്. നമ്മുടെ കൂടെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഫ്രഞ്ച് വന്നിരുന്നു ഗൈസ്. അവൻ്റെ പേര് ഋത്വിക് എന്നാണ്. അവൻ എനിക്ക് ഒരു ഹെയ്റ്റ് കമൻറ്റ് ചെയ്യിച്ചു ഗൈസ്. അത് നിങ്ങൾ ഒരു വീഡിയോ നോക്കിയാൽ മതി. ഞാൻ സെക്കൻഡ് ഇട്ട വീഡിയോ എല്ലാം കണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ആ വീഡിയോയിൽ ഇട്ടവൻ. നമുക്കപ്പോൾ ആ വണ്ടി വാങ്ങാനായിട്ട് ഡ്രസ്സ് മാറാം. അപ്പോൾ നമുക്ക് അതിന് തന്നെ തൊപ്പി വെക്കണ്ട, ഗ്ലാസ് ഇറങ്ങാനാവട്ടെ. പിന്നെ ഇത് വേണ്ട, ഷർട്ട് ഏത് ബ്ലാക്ക്. നമ്മൾ ഫ്രഞ്ചിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഗൈസ്. ദേ, ഹലോ ഗായ്സ്, എൻ്റെ പേര് ഋത്വിക് എന്നാണ്. നമ്മുടെ ഈ ക്രേസി ഗെയിമർ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും പിന്നെ ഷെയറും ചെയ്യാൻ മറക്കരുത് ആരും. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം ഗൈസ്. അപ്പം നമ്മൾ ഏത് ഷർട്ടാണെന്ന് നമ്മുടെ ഫ്രഞ്ച് പറയും. കാരണം ഫ്രഞ്ച് ഇന്ന് വീഡിയോ എടുക്കാൻ വന്നിരിക്കില്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് വന്നല്ലേ. ഫ്രഞ്ച് ഏത് വേണം? ബ്ലാക്ക് ബ്ലാക്ക് നോർമൽ ബ്ലാക്ക് ഉണ്ട് അവിടെ. നീ കളിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കളിച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഒരു ബ്ലാക്ക് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബ്ലാക്ക് കളർ ഷർട്ട് ഉണ്ട് അവിടെ. ഇതാണോ? ഇതാണ്. ഇത് സെറ്റ് സാധനമാണോടാ. അപ്പം നമുക്ക് ഷർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പാൻറ് ബ്ലാക്ക് പോലെ ഇത് തന്നെ ഇത് മതി. അപ്പം ഇത് സെറ്റാണ് ഗൈസ്. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഗൈസ്. അത് സീനില്ല. നമുക്ക് ഷൂ ഇതൊക്കെ മതി അല്ലേ? റെഡ് മതിയാ. പിന്നെ നമുക്ക് വേറെ ഒന്നും മാറ്റാനില്ല, ഇതൊക്കെ മതി. അപ്പോൾ ഗൈസ്, നമ്മൾ വാങ്ങണ കാറ് ഒരു ഗുണ്ട സ്റ്റൈൽ. പറ, ഏതാണ് വാങ്ങാൻ പോണത്? ഗുണ്ട സ്റ്റൈൽ താറാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. റൂഫുള്ള താർ. നമ്മുടെ ഉള്ളത് റൂഫ് ഇല്ലാത്തതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റൂഫുള്ള താറാണ് ഗൈസ്. ബ്ലാക്ക് കളറാണ് ഗൈസ് വാങ്ങാൻ പോണത്. നമ്മുടെ ഒരു ഗുണ്ടയാണ്. നമ്മുടെ പിള്ളേർ പറഞ്ഞ് ഈ റൂഫിലാണ് മഴയത്തൊക്കെ നനഞ്ഞു പോകണ്ടേ, വെയിലടിച്ചിട്ട് അവരുടെ കൂപ്പാടിളകിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റൂഫുള്ള താറ് വാങ്ങാൻ പോണത് ഗൈസ്. ഗാരേജൊക്കെ വെറുതെ തുറന്നു. നമുക്ക് കാർ എടുത്തിട്ട് പോകാം ഗൈസ്. ബൈക്ക് എടുത്താൽ പോരെ? ബൈക്ക് എടുക്കണമെങ്കിൽ ബൈക്ക് എടുക്കാം. ഫ്രഞ്ച് പറഞ്ഞല്ലേ. ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കാറിലല്ലേ വരാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല, അവരെന്തെങ്കിലും ബൈക്ക് കൊണ്ടുവരും. അയ്യോ, അടിച്ചില്ല ഗൈസ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, നമുക്ക് ഇറങ്ങട്ടെ. ഗായ്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ താഴെ കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന്. അപ്പോൾ ഗായ്സ്, നമ്മൾ വണ്ടി വാങ്ങാൻ പോകുന്നത് അപ്പുറത്തൊരു പോർഷെ ഉള്ളത്. പോർഷെ എടുക്കുന്നുണ്ട് ഗായ്സ്. അത് ഗോൾഡൻ ആണ്. ധാരാളം ബുക്ക് ചെയ്തത്. നമ്മൾ മിക്കവാറും ഒരു ഗോൾഡൻ ആയിരിക്കും വാങ്ങാൻ പോണത്. സ്കോർപിയോ സീൻ ബൊലേറോ. ഇതാണ് ഗൈസ്. ബ്ലാക്ക് കളർ. അത് വേണ്ട, നമുക്കൊരു ഗോൾഡൻ ആണ് ഗൈസ്. ഇതാണ് ഗൈസ്. ഇങ്ങനൊക്കെ അടയ്ക്കണമെന്ന്. ഇത് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യണം ഗൈസ്. Oh my god, വാന്റെ മോനെ സീൻ സാധനം. ഇത്ര പെട്ടെന്ന് ഇവിടെ ഇതൊക്കെ ശരിയാക്കിയ, ഡെലിവറി ഒക്കെ ശരിയാക്കിയ. പവറാണല്ലോ ഷോറൂമിലടാ. യെസ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ കളർ ഒരു ഗുമ്മില്ല. നമുക്ക് മോഡിഫിക്കേഷൻ കടയിൽ പോവാം അല്ലടാ. പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കണ്ടേ? സ്റ്റിക്കറൊക്കെ വേണം. നല്ല അടിപൊളി സ്റ്റിക്കറൊക്കെ വേണം നമുക്ക്. ഗായ്സ്, അപ്പോൾ നമ്മൾ സ്ഥലത്തിട്ടുണ്ട്. ഗായ്സ്, നമ്മുടെ ബെന്നിയുടെ ഷോറൂം. ബെന്നി ഇവിടെ ഇല്ല. ബെന്നി നാട്ടിൽ പോയേക്കാണ്. ബെന്നി ഇവിടെ ഇല്ല. അപ്പം നമ്മുടെ ബെന്നിയിലേക്ക് പോയേക്കാണ്. നമ്മുടെ ബെന്നിയുടെ ഒരു കൂട്ടുകാരുണ്ട് ഗൈസ്. അവനോടത്തെ ഷോപ്പ് ചെയ്ത ഒരു സ്റ്റാഫാണ്. അവനാണ് ഗൈസ് നോക്കണത്. നമുക്ക് കളർ ബ്ലാക്ക്. നമ്മ ഫുള്ളും പവറാണ്. ഗ്ലാസ് കളർ ബ്ലാക്ക്. ഹോൺ നോക്കട്ടെ. രണ്ടാമത്തെ പോലെടാ.
രണ്ടാമത്തെ മതി ഗൈസ്, രണ്ടാമത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ വീല് ബ്ലാക്ക് കളർ വേണ്ട, നമ്മളിത് റിം കളർ മാറ്റും. റിമ്മിൻ്റെ കളർ നമുക്ക് ഇതാക്കാം. അയ്യോ റിം കളർ ബ്ലാക്ക് വരുന്നില്ല. അത് വരും. ബാക്കിൽ എന്തോ ഒന്ന് ഹാങ് ആയിട്ടുണ്ടേ. അപ്പം അത് സീനൊന്നുമില്ല. ഇത് കൂട്ടിട്ടെ. എടാ വണ്ടി മോൺസ്റ്റർ ആക്കാൻ പറ്റൂട്ടെ. ഇത് അങ്ങനത്തെ ഷോറൂമാണ്, പവറാണിത്. നമ്മുടെ മറ്റേ ഗെയിമിൻ്റെ പോലെ അല്ലല്ലേ. പിന്നെ സ്റ്റിക്കർ, നീ പറയാ സ്റ്റിക്കർ എന്തിനാ? നമ്മുടെ ബാക്കിലിടാ, ബാക്കിൽ മതി. ഇത് വേണോ? വേണ്ട, ഇതും വേണ്ട. ഇത് മതി പോലെ. ഇത് മറ്റേ ഫ്രീ ഫയറിൽ ഹീറോയിക്കിന്റെ എംബ്ലം. അതുമാതിരത്തൊക്കെ മുന്നിൽ വേണ്ട, സൈഡിലുണ്ടല്ലേ. പിന്നെ ബ്രേക്ക് സ്റ്റാൻഡ് സാധാരണ മതി. നൈട്രോ വേണം. സ്മോക്കിന് കളറ് ബ്ലാക്ക് വേണ്ട, വേറെ വൈറ്റ് ഇത് മതിയില്ലേ? റെഡ്. സീനാണല്ലോ. ഇതേതാണ്? ഇത് റെഡ്. റെഡ് മതി. അതാ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പോലീസ് പിടിക്കോ? പോലീസ് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ അടിച്ചിട്ട് പോലീസ് അമ്മേ. ഓക്കെ ഗായ്സ്, ബൊലേറോ എടുത്ത് ഒരാൾ വരും. 1 സ്റ്റാർ അടിച്ചിട്ടുണ്ട്. എന്താടാ പോലീസുകാർക്ക് വേറെ പണില്ലേ? അല്ല പോലീസ് അയ്യോ വന്നാടാ. വന്ന് ബാക്കിലുണ്ട് ഓടിക്കോ. നമ്മുടെ പറ്റിയതിന് പോലീസുകാരുടെ മുന്നിൽ കൂടെ പോയി. പൊട്ടന്മാരാണ്. നമ്മുടെ GTA5 പോലീസ് ഇന്റലിജൻസ്. ഗൈസ് പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, നമ്മുടെ ഇത് സബ്സ്ക്രൈബേഴ്സ് കൂടണം ഗൈസ്. സബ്സ്ക്രൈബേഴ്സ് കൂടിയാണെങ്കിൽ നമ്മളൊരു PC വാങ്ങും, GTA 6ൻ്റെ CD വാങ്ങും ഗൈസ്. അപ്പോൾ നമുക്ക് GTA 6 കളിക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വാങ്ങുള്ളൂ ഞാൻ. എല്ലാം ഈ ഗെയിമും വെച്ച് നടക്കും ഗൈസ്. ഞാൻ വിഷമുണ്ട് ഗൈസ്, നിങ്ങളാരും ഈ വീഡിയോ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണില്ല. അത് തന്നെ ഗൈസ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നാളെയോ മറ്റന്നെയോ നല്ലൊരു ആശീർവാദം കിട്ടും. അത്രയും വേണ്ട. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറി, പെട്ടെന്ന് കയറാൻ പറ്റില്ലടാ. വീടിനുള്ളിൽ കയറിയ പോലീസുകാർ അവിടേക്കും വരും. പോലീസുകാർ അങ്ങനത്തെ ടൈപ്പാണ്. ഞാനൊരു ദിവസം അങ്ങനെ കളിച്ചപ്പോൾ വന്നിട്ടുണ്ട്. രാജപ്പൻ ഫുള്ളും പണിയാണ് ഗൈസ്. രാജപ്പൻ പിന്നെ ഏത് മുക്കിലും മൂലയിലായാലും കയറ്റും ഗൈസ്. രാജപ്പൻ ചേട്ടൻ പവറാണ്, പവർ. അപ്പൊ പോലീസുകാർ നമ്മുടെ ബസ്സാന്ന് വിചാരിക്കുന്നത്. സ്റ്റാർ പോയി ഇങ്ങനെ നോക്കാൻ എന്റെ വീട്ടിലേക്ക് പോവാ. സമാധാനം അല്ലേ? ഹെലികോപ്റ്റർ എടുത്ത് പുറത്തേക്ക് പോയാലോ? അയ്യോ താറ് മറിഞ്ഞു ഗൈസ്. രാജപ്പൻ ചേട്ടനൊക്കെ ഡ്രൈവിങ് ഇങ്ങനെയാണ് ഗൈസ്. ആർക്കും അല്ലെങ്കിൽ നിന്റെ അടിയന്തരം നാളെ നടക്കേണ്ടി വരും ഗൈസ്. നമ്മുടെ ഈ രാജപ്പൻ ചേട്ടൻ്റെ ആദ്യം ഉണ്ടായ ഒരു സൈക്കിൾ എടുത്തിട്ടാണ് നമ്മൾ ഈ താറ് വാങ്ങിയത്. അല്ല ഗൈസ്, രാജപ്പൻ ചേട്ടൻ ഇത്ര വലിയ ഗുണ്ടായത് എങ്ങനെയാണെന്ന് അറിയോ? തുടക്കത്തിലെ തന്നെ ഒരാളെ തല വെട്ടിക്കൊണ്ട് പിന്നെ അങ്ങനെ ഒരാളുടെ ടീമിൽ കയറി ഗൈസ്. അത് മാഫിയ ടീം. മാഫിയയുടെ അങ്ങനെ ടീമിൽ കയറിയിട്ടാണ് ഗൈസ്. പിന്നെ മാഫിയനെ കൊല്ലേണ്ട സാഹചര്യം വന്നു. അങ്ങനെയാണ് ഗൈസ്. ഈ രാജപ്പൻ ചേട്ടൻ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ കൂട്ടുകാരെ കൊന്നിട്ടുണ്ട്. എന്തോരം പേരെ മൈക്കിളിന്റെ സീജനെ കൊണ്ടിട്ടുണ്ട്. മൈക്കിളിന്റെ മോനൊക്കെ കൊന്നിട്ടുണ്ട്. പിന്നെ രാജപ്പൻ ചേട്ടൻ പിള്ളേരെന്ന് പറഞ്ഞാൽ 56 പേരുണ്ട്. പിന്നെ പിള്ളേരുടെ ഇപ്പൊ 10 പേര് ഇപ്പൊ റെസ്റ്റിന് വീട്ടിൽ പോയൊക്കെയാണ്. ഇപ്പൊ പുതിയ ആൾക്കാർ എടുക്കണമെന്നൊക്കെ പറയാനുണ്ടായിരുന്നു. അത് അത്രയും പേര് മതി. 52 പേരല്ലേ 52 10 പോയാൽ കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ചന്തു പറയടാ. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.